അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഔസാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു നല്ലൊരു ചെറിയൊരു ഉപദേശമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, മൻ അക്സറ ദിക്റൽ മൗതി കഫാഹുൽ യസീറു. ഒരാൾക്ക് വേണ്ടതുപോലെ അവൻ്റെ കൽബിൽ, അവൻ്റെ തലയിൽ മരണത്തിൻ്റെ ചിന്ത വേണ്ടതുപോലെ അവൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ, അങ്ങനൊരു ആ ശരിക്കുള്ള ചിന്ത അവന് ചിന്തയിൽ വന്നുപോയാൽ പിന്നെ ദുനിയാവ് ഒന്നും അവന് പ്രശ്നമല്ല. ദുനിയാവിൽ എന്ത് പ്രയാസം അവനിക്ക് പ്രശ്നമല്ല. ദുനിയാവിൽ എത്ര കുറവായിട്ട് അവനക്ക് കിട്ടിയാലും പ്രശ്നമല്ല. മറ്റുള്ളവനെ അവൻ ഒരിക്കലും ചിന്തിക്കില്ല. അവന് കുറെ പണമുണ്ടല്ലോ, അവനിക്ക് കുറെ സുഖമുണ്ടല്ലോ, അവനിക്ക് കുറെ ആഡംബരമുണ്ടല്ലോ, ആ കുടുംബത്തിനുണ്ടല്ലോ, ഈ കുടുംബത്തിനുണ്ടല്ലോ, എനിക്കൊന്നില്ലല്ലോ, അങ്ങനെ ഒരു ചിന്തയും എൻ്റെ മനസ്സിൽ വരൂല. ഇവൻ കുറച്ച വിഷയത്തിൽ തന്നെ അല്ലാഹു അവനിക്ക് നൽകിയ ആ ചെറിയ നിഅമത്തിൽ തന്നെ അവൻ തൃപ്തിപ്പെടുന്നവനാണ്. കാരണം അവൻ്റെ കൽബിൽ കയറിപ്പറ്റിയ ചിന്ത എന്താണ്? അതേ മരണമെന്നുള്ളതാണ്. അപ്പോൾ അവൻ ചിന്തിക്കും, എന്ത് കിട്ടിയാലും, എവിടെ കിട്ടിയാലും, ആർക്ക് കിട്ടിയാലും അത് എത്ര ദിവസമാണെന്നുള്ള ഗ്യാരണ്ടി ആർക്കുമില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു എനിക്ക് കുറച്ചൊക്കെ തന്നിട്ടുണ്ടല്ലോ, അത് മതി എന്ന് ചിന്തിച്ച് ദുനിയാവിൻ്റെ പിന്നാലെ മതിമറന്നു പോകുന്നൊരവസ്ഥ അവനിക്കുണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, വമൻ അലിമ അന്ന മൻതിഖഹു മിൻ അമലിഹി ഖല്ല കലാമുഹു. ഒരാൾക്ക് ശരിക്കു ബോധപ്പെട്ട അവൻ്റെ ഓരോരു സംസാരം അവൻ്റെ അമലിൽപ്പെട്ടതാണ്. അതൊക്കെയും മലായിക്കീങ്ങളെ രേഖപ്പെടുത്തുന്നതാണ്. ഇതെല്ലാം റബ്ബിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നുള്ള ബോധം ഒരാൾക്ക് ശരിക്കു വന്നാൽ അവൻ്റെ സംസാരം കുറഞ്ഞിരിക്കും. പിന്നെ അവൻ സംസാരിക്കാൻ പോവില്ല. അപ്പോൾ ഇന്ന് പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ കൂടാനുള്ള കാരണം എന്ത് സംസാരിക്കണമെന്നറിയില്ല. എന്തെല്ലാം സംസാരിക്കും. അതിൽ കളവ് വരും, അതിൽ ഗീബത്ത് വരും, അതിൽ നമീമത്ത് വരും, ഒരാളെ നിസ്സാരപ്പെടുത്തൽ വരും. അങ്ങനെ ഒരു നിലക്കും അല്ലാഹുവിൻ്റെ ചിന്തയില്ലാത്ത സംസാരങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള കാരണം ഈ സംസാരങ്ങളൊക്കെയും റബ്ബ് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ബോധം അത് വേണ്ടതുപോലെ നമുക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. അതിനെക്കുറിച്ച് നാം ചിന്തിക്കാത്തത് കൊണ്ടാണ്. നാം സംസാരിക്കുന്ന എല്ലാവരോടും സംസാരം റബ്ബ് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ശരിക്കുള്ള ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നാളെ റബ്ബിൻ്റെ അടുക്കൽ ഇത് ഞാൻ ഉത്തരം പറയേണ്ടി വരുമല്ലോ. റബ്ബ് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഉത്തരം പറയുമെന്നുള്ള പേടിയോടുകൂടെ ഒരു മുഅ്മിൻ അവൻ്റെ സംസാരം കുറക്കുന്നവനാണ്. പിന്നെ അവൻ ആവശ്യമുള്ളത് മാത്രമേ റബ്ബിൻ്റെ അടുക്കൽ കൂലിയുള്ളത് മാത്രമേ, റബ്ബിൻ്റെ അടുക്കൽ കുടുങ്ങുന്ന ഒരു സംസാരം അവൻ്റെ സംസാരത്തിൽ ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പ്രധാനമേറിയ 2 ഉപദേശമാണ് ബഹുമാനപ്പെട്ടവർ നൽകിയത്. ഒരാൾ ദുനിയാവിൻ്റെ നിഅമത്തുകൾ കുറഞ്ഞതുകൊണ്ട് സന്തോഷിക്കുന്ന ആള് ആരാണെന്ന് പറഞ്ഞാൽ അതേ മരണത്തിൻ്റെ ചിന്ത വേണ്ടതുപോലെ ചിന്തിക്കുന്നവനാണ്. അതേ സമയത്ത് ഒരാളുടെ സംസാരം കുറയും. അത് ആരുടേതാണ്? അതേ ഈ സംസാരങ്ങളൊക്കെയും റബ്ബ് ചോദ്യം ചെയ്യുമെന്നുള്ള ബോധമുള്ള ആൾക്കാരുടേതാണെന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.